ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഞ്ഞിയും പയറിന്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം മുതൽ എനിക്ക് ഭയങ്കര ക്രേവിങ് കഞ്ഞിയും പനിയും കുട്ടിയെ. നട്ടപ്പാതിരി അതിനെക്കൊണ്ട് ഒരു മീൻസും ഇല്ല. ഇവിടെ എൻ്റെ കയ്യിൽ ചെറുപയറൊന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കാൻ. അപ്പം ഞാൻ വെച്ച് നാളെ ഉണ്ടാക്കാം എന്തായാലും വെച്ചാൽ. ഞാൻ അങ്ങനെ പൊതുവെ ഒരു കഞ്ഞി ഫാനൊന്നും അല്ല, പക്ഷെ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവാം. അപ്പൊ ഗൈസ് അത് ഉണ്ടാക്കണമെങ്കിൽ പോയി സാധനം വാങ്ങിക്കണം. നമുക്ക് സാധനം വാങ്ങിക്കാൻ പോവാം. സോ ഞാൻ റെഡിയായി ഗൈസ്. ഇനി മാസ്കും കൂടെ ഇടണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ മാസ്ക് ഇടുന്നതെന്ന്. കാരണം ന്യൂസിലൊക്കെ ഒരു ചേട്ടനെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 24 വയസ്സുള്ള ഒരു ചേട്ടൻ മരിച്ചു, നിപ്പ കാരണം മരിച്ചു മലപ്പുറത്ത് നിന്നുണ്ട്. ആ ചേട്ടൻ ഞങ്ങളുടെ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കോളേജിൽ AIGS ഉണ്ട്, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്. അവിടുത്തെ ക്യാമ്പസിൽ നിന്ന് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ചേട്ടൻ നിപ്പ വന്നിട്ടാണ് മരിച്ചത്. അപ്പൊ അതിന്റെ കുറേ കോൺട്രോവേഴ്സീസ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എന്താണ്, ആ ചേട്ടന്റെ ഫ്രണ്ട്സിൽ എത്രയോ പേർക്ക് 17 പേർക്ക് ക്വാറന്റൈൻ ആണ്. അതിൽ എത്രയോ പേർക്ക് പോസിറ്റീവായി, ഒരാൾ മരിച്ചു, 2 ആള് മരിച്ചു, 5 ആള് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ശരിക്കും എന്താ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചേട്ടൻ, ഞാനിതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്, നമ്മുടെ ഒരു പേജ് അല്ലെ, ആ ചേട്ടന്റെ ഫ്രണ്ട് ഇട്ട ഒരു മെസ്സേജ് കണ്ടതാണ്. സംഭവം ശരിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചേട്ടൻ ഇവിടെ ആചാര്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്തോ ഫുട്ബോൾ കളിച്ചിട്ട് എന്തോ ആക്സിഡന്റ് പറ്റി വീണ്. അപ്പൊ കാലിൽ എന്തോ ചെറിയ പരിക്കുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്കെന്തോ സെം എക്സാം 18-ാം തീയതി. അപ്പൊ നാട്ടിൽ പോകാൻ പറ്റും, ലീവാണെന്നുള്ള രീതിയിൽ ആ ചേട്ടൻ ഓഗസ്റ്റിലായിട്ടാണ് തോന്നുന്നത് സംഭവിക്കുന്നത്. നാട്ടിൽ പോയതിന്റെ ശേഷം സെപ്റ്റംബർ 4-ാം തീയതിയാണ് ആ ചേട്ടന് പനി വരുന്നത്. പനി വന്ന് സെപ്റ്റംബർ 9-ന് ആ ചേട്ടൻ മരിച്ചു തീർന്നു. അപ്പൊ ഈ ചേട്ടൻ മരിച്ചപ്പോ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ ബ്രെയിനിൽ ഇൻഫെക്ഷൻ കാരണം മരിച്ചത്. അപ്പൊ എല്ലാവരും കാണാൻ പോയി. 17 പേരെന്നാ പറയുന്നത്, അറിയില്ല കറക്റ്റ് നമ്പർ. കാണാൻ പോയി കഴിഞ്ഞ് അതിനുശേഷം ഇവരെല്ലാവർക്കും എക്സാം ഉള്ളതിനെ കൊണ്ട് ഇവർ 12-ാം തീയതി തിരിച്ചു വന്ന് പലരും, ചിലര് നാട്ടിലും നിന്ന്. അതിനുശേഷമാണ് ഇവർ അറിയുന്നത് നിപ്പ കാരണം മരിച്ചതെന്ന്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളന്റെ ഹെൽത്ത് മിനിസ്റ്റർ, ലൈക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവരെ കോൺടാക്ട് ചെയ്ത് അവരെല്ലാവരും ക്വാറന്റൈനിലായി. ഇപ്പൊ ബാംഗ്ലൂരുള്ളവർ ബാംഗ്ലൂരിൽ തന്നെ ക്വാറന്റൈനും, കേരളത്തിലുള്ളവർ കേരളത്തിൽ തന്നെ ക്വാറന്റൈനും. അപ്പൊ ആ ചേട്ടന്റെ ഫാമിലിയൊന്നും ആരും പോസിറ്റീവ് ഇല്ല, നിങ്ങൾ ലൈക്ക് ന്യൂസിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ആർക്കും ഇതുവരെ ഒരു സിംറ്റം ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഇവരെ വെച്ചിട്ട് ബാക്കി ഇവിടെയുള്ള കുറെ കുട്ടികൾ ലൈക്ക് എല്ലാവരും കുറെ അത് ഇത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറെ പേര് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്നു, കുറെ പേര് പോണോ വേണ്ടേ നിൽക്കുന്നു. ഞാനൊക്കെ ലൈക്ക് വിചാരിച്ചു നോക്കിയാൽ മൺഡേ വരെ നോക്കാം എന്നിട്ട് തീരുമാനിക്കാന്നുള്ള രീതിയിലൊക്കെ. അപ്പം ജസ്റ്റ് മാസ്ക് വെക്കുന്നുണ്ട്, അതൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മാസ്ക് വെക്കുന്നതാണ്. അല്ലാതെ കാര്യമായിട്ട് ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ആണ് സൂന്ന് കേട്ടിട്ട് സുബ്രഹ്മണ്യം എന്നാക്കുന്നതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ചെറുപയർ വാങ്ങിക്കാൻ പോവാം ഗൈസ്. കോവിഡിന് ശേഷം ഇപ്പോഴാണ് മാസ്ക് വെക്കുന്നത്. ഈ മാസ്ക് വെക്കുമ്പോൾ ഭയങ്കര സഫോക്കേറ്റിങ്. എനിക്കിഷ്ടമല്ല മാസ്ക് വെക്കാൻ. ഞാൻ കോവിഡിന് പോലും മര്യാദയ്ക്ക് മാസ്ക് വെച്ചിട്ടില്ല. കാരണം എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞ ഒരു ജംഗ്ഷന്, ആ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു പലചരക്ക് കട, പിന്നെ പച്ചക്കറി കട, അങ്ങനെ ചിക്കൻ കട, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് ഗൈസ് ആ കട. പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറെടുത്ത് അതിലേക്ക് കുറച്ച് ചെറുപയർ ഇട്ടു. പിന്നെ അതിനുശേഷം അതേ അളവിൽ തന്നെ കുറച്ച് അരിയും ഇട്ട്. എനിക്കിങ്ങനെ കണക്കൊന്നും ഗൈസ് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല, എത്ര വിസിൽ വരണമെന്നും അറിയില്ല. പിന്നെ അത് നല്ലോണം നല്ല പച്ചവെള്ളത്തിൽ 2-3 തവണ ഞാൻ കഴുകി ഗൈസ്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു 3-4 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും എടുക്കും. വെളുത്തുള്ളി ചതച്ചെടുക്കുക ഗൈസ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നു. അപ്പം ഇവിടെ ചതക്കാനുള്ള സാധനം ഇല്ല. അപ്പം നമ്മൾ അക്കീനെ കൊണ്ട് മുറിച്ചിട്ട് ചതയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അറിയില്ല. എൻ്റെ ദൈവമേ, ചതയുണ്ട് ഗൈസ്. ഐഡിയ can change your life. ഞാൻ പോയിട്ടൊരു ഗ്ലാസ് ഉപയോഗിക്കുന്നു. ഈ സാധനം വെച്ചിട്ട് ചതച്ചോക്കുക ഗൈസിൻ്റെ അടിഭാഗം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വെച്ചിട്ട് ചത്തു. ഗൈസ് എൻ്റെ ഐഡിയ വർക്കൗട്ടായി. ചതഞ്ഞു ഗൈസ്, ഇത് ചതഞ്ഞു.
സീനാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ വെളുത്തുള്ളി ചതഞ്ഞ് നമുക്ക് ഇഞ്ചിന്ന് ചതയ്ക്കാം. ഇഞ്ചി കുറച്ചുകൂടെ എളുപ്പം ചതയ്ക്കാൻ, പെട്ടെന്ന് ചതയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പച്ചമുളക്. ഇത് കുറച്ച് ഞാൻ കഷ്ടപ്പെടും. ഇത് ചതയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മേ. ഇനി തിരിച്ച് വീട്ടിൽ പോയി വരുന്ന സമയത്ത് ആ ചതയ്ക്കുന്ന സാധനം എടുത്തുകൊണ്ട് വരണം ഗൈസ്. മറ്റന്നാൾ എന്നെ 25th ഇന്റർണൽ എക്സാമുള്ള ഞാനാ ഈ കളി കളിക്കുന്നത്. എന്നെ പറ്റുന്ന പോലെ എങ്ങനെയൊക്കെ ഞാൻ ചതയ്ക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പച്ചമുളക് കുറേ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എരിവ് എനിക്കിഷ്ടമാണ്. പച്ചമുളകിൻ്റെ മണം കേൾക്കുമ്പോൾ എനിക്ക് വായിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ബിക്കോസ് അവിടെയാണല്ലോ നമ്മുടെ സെലിബ്രറി ഗ്ലാൻസ് ഉള്ളത്. അങ്ങനെ ഓക്കെ ഗൈസ്, ഞാൻ പച്ചമുളകും എങ്ങനെയൊക്കെയോ സക്സസ്ഫുള്ളി ചതച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഗൈസ്. പിന്നെ ഇത്തിരി മല്ലിച്ചപ്പും, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും, പിന്നെ കുറച്ച് ഉപ്പും. നമുക്ക് വിസിലിട്ട് അടച്ചു വെക്കാം ഗൈസ്. വിസിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഞാൻ കുറച്ച് ബട്ടറും പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട മുട്ടയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഓംലെറ്റും റെഡിയാവും. കുക്കറിൻ്റെ ടോപ്പ് അയച്ചപ്പോൾ ഗൈസ് ഒരു പ്രത്യേക സ്മെല്ല് വന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നല്ല ചൂട് കഞ്ഞിയുണ്ട്. അപ്പോൾ ആ പച്ചമുളക് ഇങ്ങനെ അലിഞ്ഞിങ്ങനെയായി. ഇഞ്ചി വെളുത്തുള്ളി കലിഞ്ഞ് അതിന് ഫുൾ ഫ്ലേവറിലുണ്ട് ഗൈസ്. പിന്നെ ഓംലെറ്റും ഉണ്ട്. നമുക്കിനി കഞ്ഞി കുടിക്കാം ഗൈസ്. അടിപൊളിയാ ഗൈസ്, സെറ്റ് സാധനമാണ്. ഞാൻ കണ്ണീൻ്റെ ഒരു ഫാനേ അല്ല, ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയല്ല ഗൈസ്, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പിന്നെ പച്ചമുളകും അതൊക്കെ അലിഞ്ഞാകെ ഒന്നുമില്ല, ചെറിയ ചെറിയ പീസസ് ആയിട്ടേ ഉള്ളൂ. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഓംലെറ്റ് സാധാരണ ഓംലെറ്റ് ആണ്, വലിയ സംഭവമൊന്നുമില്ല. കഞ്ഞി അടിപൊളി ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ബൈ ബൈ.